ജനാർദ്ദനക്കുറിപ്പാണ്. വാശിയോഗവും പഞ്ചതത്വവും എന്നുള്ള പുസ്തകത്തിൽ 154 പേജിലെ നമശിവായ എന്നുള്ള ശ്ലോകം സിദ്ധർ സുന്ദരാനന്ദരുടെ ജ്ഞാനസൂത്രം 14 എന്നുള്ളതിൽ 9ാമത്തെ ശ്ലോകം. ന എന്ന എഴുത്തും മാ എന്ന എഴുത്തും കുണ്ടലിനിയാവുന്നു. നമ. നടുവിൽ നിൽക്കുന്ന ഷി എന്ന എഴുത്ത് മനസ്സാകുന്നു. വാ എന്ന അക്ഷരവും യാ എന്ന അക്ഷരവും കഴുത്തിൻ്റെ പിൻഭാഗമാകുന്നു. വയറ്റിൽ നിൽക്കുന്ന അക്ഷരം ഷീ ആകുന്നു. ആ എന്ന അക്ഷരവും ആദ്യവും അന്തവുമാകുന്നു. ആന്നും തുടക്കത്തിൽ ആ എന്നും. ആദിയിലുണ്ടായ വെളിച്ചം ഉകാരമാകുന്നു. അക്ഷരം ഓങ്കാരമാകുന്നു. നമശിവായമാകുന്നു ഓങ്കാരം. ഈ നമശിവായ ജപം കൊണ്ട് ദേഹം മന്ത്രമേനിയായിത്തീരും. മന്ത്രമേനി എന്നാൽ മന്ത്രദേഹമാകും. അങ്ങനെ ശരീരവും മനസ്സും ശരിയായ ശിവനിലയിൽ എത്തിച്ചേരും. നമശിവായ മന്ത്രം മൂലാധാരം മുതലുള്ള ആത്മീയചക്രങ്ങളിലും മനസ്സിലും കഴുത്തിലും വയറ്റിലും ആ എന്നിവ മൂലാധാരത്തിൽ ഓങ്കാരം തലയ്ക്കുള്ളിലും ജപിക്കണം. നമശിവായ മന്ത്രം പാദം മുതൽ ശിരസ് വരെ ജപിച്ചാൽ സാധകൻ്റെ ദേഹം മന്ത്രദേഹമാകും. നാ എന്ന എഴുത്തും മാ എന്ന എഴുത്തും കുണ്ടലിനിയാകും. നമ്മ കുണ്ടലിനിയിലാണ്, മൂലാധാരത്തിലാണ്. നടുവിൽ നിൽക്കുന്ന ഷീ എന്ന എഴുത്ത് മനസ്സാകുന്നു. ഷീ എന്നുള്ളത് പിന്നീട് പറയുന്നുണ്ട്, അത് മണിപുരത്തിലാണ് ജപിക്കേണ്ടത്, വയറ്റിലാണ് ജപിക്കേണ്ടത്. വാ എന്ന അക്ഷരവും യാ എന്ന അക്ഷരം കഴുത്തിൻ്റെ പിൻഭാഗമായിരുന്നു. നട്ടലിൻ്റെ ഉള്ളിൽ കൂടെ പോയിട്ട് കഴുത്തിൻ്റെ പിൻഭാഗത്ത്. വയറ്റിൽ നിൽക്കുന്ന അക്ഷരം ഷിയാകുന്നു. ആ എന്ന അക്ഷരം ആദ്യവും അന്തവുമാകുന്നു. ആദിയിൽ ഉണ്ടായ വെളിച്ചം ഉകാരമാകുന്നു. ആദിയിൽ ഉണ്ടായ വെളിച്ചം ഉകാരമാകുന്നു. എന്ന അക്ഷരം ഓങ്കാരമാകുന്നു. ഓം എന്നുള്ളതിലാണ്. അങ്ങനെ ഓം എന്നുള്ളത് വരണം. എന്നിട്ടൊരു ചന്ദ്രക്കലയിടുക, എന്നിട്ടൊരു ചന്ദ്രക്കലയിടുക, പിന്നെ തല്ലിൽ അങ്ങനെ മൂള എന്നിട്ടൊരു, അപ്പം ഓം എന്നാവും. അതിനെ പറ്റിയാണ് ഇവിടെ പറയണത്. അതാണ് ഓങ്കാരം. എന്ന അക്ഷരം ഓങ്കാരമാകുന്നു. നമശിവായമാകുന്നു ഓങ്കാരം. ഈ നമശിവായം തന്നെ ഓങ്കാരമാകുന്നു. ഈ നമശിവായ ജപം കൊണ്ട് ദേഹം മന്ത്രമേനിയായിത്തീരും. മന്ത്രമേനി എന്നാൽ മന്ത്രദേഹമാകും. അങ്ങനെ ശരീരവും മനസ്സും ശരിയായ ശിവനിലയിൽ എത്തിച്ചേരും. പൂർണ്ണമായിട്ട് ജപിച്ചുകൊണ്ടേയിരിക്കണം. അങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമശിവായ മന്ത്രം മൂലാധാരം മുതലുള്ള ആത്മീയചക്രം മനസ്സിലും കഴുത്തിലും വയറ്റിലും എന്നിവ മൂലാധാരത്തിലും ഓങ്കാരം തലയ്ക്കുള്ളിലും ജപിക്കണം. മൂളാണെന്നർത്ഥം. നമശിവായ മന്ത്രം പാദം പോൽ ശിരസ് വരെ ജപിച്ചാൽ സാധകൻ്റെ ദേഹം മന്ത്രദേഹമായിത്തീരും. നവ്വെഴുത്ത് മവ്വെഴുത്ത് കുണ്ടലിയുമാച്ച്. നവ്വെഴുത്ത് എന്ന് വെച്ചാൽ നാ എന്നുള്ള എഴുത്ത്. മാ എന്ന് വെച്ചാൽ നടുവിൽ നിன்ற ഷീവെഴുത്ത് മനമുമാച്ചു. ഷീ എന്നുള്ള എഴുത്ത് മനമാണ്, മനസ്സാണ്. വവ്വെഴുത്ത് യവ്വെഴുത്ത് യാ എന്നുള്ള നമശിവായ എന്നുള്ള എഴുത്തും പിടരിയാച്ച് പിടരി. വയറ്റിലെ നിன்றെഴുത്തും ശിവുമാച്ച്. ഷീ എന്നുള്ള അക്ഷരം വയറ്റിലെ നിന്നാണ്. അവ്വെഴുത്തും അകാരം മുതലന്തമാച്ച്. അവ്വെഴുത്തും അകാരം മുതലും അന്തവും അതുതന്നെ. ആദീന്ത പോരാളിയാമം ഉകാരമാച്ച്. പോരാളിയാമം ഉകാരമാച്ച്. ഉവ്വെഴുത്തും പെരിയെഴുத்தை ചാത്ത ഉള്ളോർ ഉണ്മയുടൻ ശിവനിലയെ ഉണ്ടലാമേ. ഈ സാധകൻ്റെ മനസ്സും ശരീരവും ശരിയായ ശിവനിലയിൽ എത്തിച്ചേരുന്നു. മന്ത്രമേനിയാൽ മന്ത്രദേഹമാകും. നവ്വെഴുത്തും അവ്വെഴുത്തും കുണ്ടൽ. അപ്പോൾ കുണ്ടലിനിയിലാണ് മാ എന്നുള്ളത് ജപിക്കാൻ. ശിവ എന്നുള്ളത് വയറ്റിലും, വാ എന്നുള്ളത് യാ എന്നുള്ള അക്ഷരം കഴുത്തിൽ പിൻഭാഗത്തും. പിടലി വയറ്റിൽ നിൽക്കുന്ന അക്ഷരം ഷിയാവുന്നു. എന്ന അക്ഷരം ആദ്യം അന്തമാകുന്നു. ആദിയിലുണ്ടായ വിളിച്ച് ഉകാരമാകുന്നു. ഉകാരം എന്ന് പറഞ്ഞാൽ ഓം എന്ന് ജപിച്ച്
സഹസ്രാരത്തിലോ അല്ലെങ്കിൽ ആജ്ഞയിലോ പോയി വയ്ക്കുമ്പോൾ തന്നെയാണ് ഊകാരം എന്ന് പറയുന്നത്. ഓം അങ്ങനെ ജപിക്കാം. അക്ഷരം ഓങ്കാരമാകുന്നു. നമ ശിവായമാകുന്നു ഓങ്കാരം. ഓം നമ ശിവായ എന്ന് നിറുകലാവാം, അല്ലെങ്കിൽ നമ കുണ്ടലിനിയിൽ മൂലാധാരത്തിൽ ചെയ്യാം. ശിവായ എന്ന് വിശുദ്ധി ചക്രത്തിൽ തലയുടെ പിന്നിൽ, കഴുത്തിൻ്റെ പിന്നിൽ കൊണ്ടുപോയി വയ്ക്കാം. നമ ശിവായ അങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കണം. 1 കോടി ജപിക്കണം. ഈ നമശിവായ ജപം കൊണ്ട് ദേഹം മന്ത്രമേനിയായിത്തീരും. ശരീരം മന്ത്രമേനി എന്ന് വെച്ചാൽ മന്ത്രം നിറഞ്ഞിട്ടുള്ള ശരീരം. അങ്ങനെ ശരീരവും മനസ്സും ശരിയായ ശിവനിലെത്തിച്ചു. രാപകലാണ് ജപം. അല്ലാണ്ട് വേണമെങ്കിൽ കുറച്ച് റിലാക്സ് ചെയ്യാമെന്നില്ല. ഫുൾ ടൈം 24 മണിക്കൂറും ജപമായിട്ടിരിക്കണം. 1 കോടിയെങ്കിലും ജപിക്കണം. അപ്പോഴാണ് അത് മന്ത്രദേഹമായിത്തീരുന്നത്. ജപം കൊണ്ട് ശരീരം മുഴുവൻ വലിയ ശക്തിയുള്ളതായിത്തീരും. അതിന് മന്ത്രദേഹം എന്ന് പറഞ്ഞു. നമ ശിവായ.